ഹലോ എവരി വൺ. ഇന്നൊരു സ്നാക്സാണ്, അതായത് ഒരു പ്രത്യേക തരം വടയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ കടലപ്പരിപ്പ് ഒരു 3 ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറെങ്കിലും അത് കുതിർത്ത് വെക്കണം. പിന്നെ നമ്മുടെ പച്ചരിച്ചോറ്, വേവിച്ച ചോറാണ്. പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്തത്. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം വേണം. അതായത് നമ്മൾ ഈ പരിപ്പ് കുതിർത്തതും പച്ചമുളകും ചേർത്താണ് അരച്ചെടുക്കുന്നത്. അരച്ചൊന്ന് എടുത്തിട്ട് വേണം, ആ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പകുതി സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കായം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ കടലപ്പരിപ്പ് 3 മണിക്കൂർ കുതിർത്തതും ഈ പച്ചമുളകും കൂടെ ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അരച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി പ്രോസസ്സ് പറഞ്ഞു തരാം. പിന്നെ ഓഫ് കോഴ്സ് ഇത് വറക്കാനായിട്ട് വെളിച്ചെണ്ണ വേണം. അതും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ പറ്റുന്ന, നമ്മൾ ബാക്കി വരുന്ന ചോറും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വട. അപ്പോൾ ഞാൻ ആ പരിപ്പും പച്ചമുളകും കൂടെ കണ്ടുവന്നിട്ട് തരിതരിപ്പായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആ ഗ്രീൻ പീസ് ചതച്ചത് അത് ആഡ് ചെയ്യണം. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാനുള്ളതാണ്. പിന്നെ മല്ലിയില, സവാള, കായപ്പൊടി, ഉപ്പ്, ഇഞ്ചി അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ റൈസും കുറേശ്ശെ ആ കായപ്പൊടിയൊക്കെ ഇതിനകത്ത് പിടിച്ചോട്ടെ. അത് ഞാൻ തൂത്തങ്ങ് എടുത്തന്നേ ഉള്ളൂ. എന്നിട്ട് ആവശ്യത്തിന് റൈസ്, അതായത് നമുക്ക് വട പിടിക്കാൻ പറ്റിയ പരുവത്തിലുള്ള അത്രയും നമുക്ക് റൈസ്, ഇപ്പോൾ അതേ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, അതിനനുസരിച്ചിട്ട് നമുക്ക് വേവിച്ച റൈസ് ആഡ് ചെയ്ത് നല്ല വടയുടെ കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമുക്കത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. പിന്നെ നമുക്ക് ബാക്കി ഇപ്പോൾ ഫ്രൈഡ് റൈസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന റൈസ് കൊണ്ട് നമുക്കിതുപോലെ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഞാൻ റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് അത് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആ ഫുൾ റൈസും ആഡ് ചെയ്തു. അത് നന്നായിട്ട് നല്ല ഞെക്കി അങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമുക്കതിനെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇപ്പോൾ ഉപ്പും എരിവൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം എരിവ് കുറച്ച് തോന്നുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിനെ ഇപ്പോൾ ഇതൊരു നമുക്ക് ഉരുട്ടാവുന്ന പരുവമായിട്ടുണ്ട്. ഞാനൊന്ന് കൈയൊന്ന് വൃത്തിയാക്കട്ടെ. ഉണ്ടോ? ഇപ്പോൾ ഇങ്ങനെ ഉരുട്ടാവുന്ന പരുവമായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓരോരോ ചെറിയ ബോളാക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ഒരു വടയുടെ അതൊന്ന് പരത്തി എടുക്കണം. പക്ഷെ സൂക്ഷിച്ചെടുക്കണം. അതിങ്ങനെ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പം പിന്നെ വിട്ടുപോവുകയും ചെയ്ത് നമ്മൾ വറക്കുമ്പോൾ ഈ ഷേപ്പിൽ നമുക്ക് ഓരോരോ വട പരത്തി ഉണ്ടാക്കി എടുത്ത് വെക്കാം. ഇത് ഞാനിപ്പോൾ ക്ലോസപ്പിലൊന്ന് കാണിച്ചു തരാം, ഈ വലിപ്പത്തിൽ. എന്നിട്ട് അത് ഫ്രൈ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ചോറും എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊരു വെള്ളമയം ഉണ്ട്. അപ്പോൾ ഒരു ബൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ ഒന്ന് ഇട്ട് നോക്ക്. അത് കുറച്ച് വെള്ളമയം ഉണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് പിടിച്ച് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ശരിക്കും വടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ആ വെള്ളമയമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനെ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വടയുടെ ഷേപ്പാക്കി ഓരോന്നോരോന്ന്, അതായത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ എടുത്തിട്ട് നമ്മൾ പരിപ്പ് വട പോലെ തന്നെ കുറച്ചൊന്ന് പരത്തി എടുക്കണം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി അതിനകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, വിട്ടു പോരാത്ത വിധത്തിൽ. ഏകദേശം ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഇതിൽ മതി. ഇപ്പോൾ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ വടകളും ഉണ്ടാക്കി നമുക്ക് റെഡിയാക്കി വെക്കാം. എന്നിട്ട് എണ്ണ ചൂടാക്കി അതിനകത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതേ വടകളെല്ലാം ഞാൻ ആ വട ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കി അതിനകത്ത് ഓരോന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അത് എണ്ണ ചൂടാകുന്നവരെ നല്ല ഹീറ്റിലിടുക. അത് കഴിഞ്ഞിട്ട് അതൊരു മീഡിയം ഹീറ്റിലാക്കണം. എന്നിട്ട് വേണം നമുക്കത് ഇട്ട് കൊടുത്തു നോക്കാൻ. ഒരു മിനിറ്റ് കൂടെ കഴിയിട്ട് അതൊന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ. എന്നിട്ട് ചെറിയ തീയിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ആ പരിപ്പൊക്കെ വേവാനുള്ളതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞത്.
ഒരു 2 സെറ്റായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 എണ്ണം ഒറ്റ ട്രിപ്പിലിടായിരിക്കും. ഞാൻ കിച്ചണിൽ ലൈറ്റ് ഇട്ടിട്ടിരുന്നില്ല, ഇപ്പോഴായിട്ട്. ഇത് 2 സൈഡും ചെറിയ തീയിൽ മൊരിയിച്ച് നമുക്ക് എടുക്കാം. അപ്പം ഞാനൊന്ന് മറിച്ചിട്ട് നോക്കട്ടെ. എൻ്റെ ഇവിടെ കറണ്ട് പോയി, അത് കാരണമാണ് ആ മുകളിലത്തെ ഇപ്പം നല്ല ബ്രൗൺ ആയിട്ടുണ്ടത്. കുറച്ച് സമയം എടുക്കും ഇത് കുക്ക് ചെയ്ത്, പക്ഷേ എന്നാലേ അകത്തെ പരിപ്പൊക്കെ വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് സമയം കൊണ്ട് ചെറിയ തീയിൽ വേണം ഇതിനെ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. ഒരു സെറ്റിന് ഞാൻ എടുക്കും, അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് വിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ സെറ്റിനെ എടുക്കാൻ പോവാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് നോക്കാം, അതിൻ്റെ അടിവശം കൊണ്ട് ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വടകളെ ഓരോന്നായിട്ട് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ടൊരു പ്ലേറ്റിലോട്ടിടാം. ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കായവും ഇഞ്ചിയും എല്ലാം കൂടെ ചേർന്നിട്ട്, നമ്മുടെ പച്ചരിച്ചോറും എല്ലാം കൂടെ ചേർന്നിട്ട്, ഗ്രീൻ പീസ്, പരിപ്പ്, കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത്. പക്ഷേ അതിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്കത് കഴിക്കുമ്പോൾ കിട്ടും. അപ്പം ഇതൊരു വെറൈറ്റി വട ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കതൊന്ന് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ ഒരു സെറ്റ് ഇതാ ഞാൻ വറുത്ത് കോരി. ഇനിയിപ്പോൾ അടുത്ത സെറ്റും കൂടെ ഇടാൻ പോവാം. ചെറിയ തീ മതി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ മീഡിയം ഹീറ്റേ ഇട്ടിട്ടുള്ളൂ. ഇതിനെ അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാം. അടുത്ത സെറ്റിൻ്റെ ഞാൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ലൈറ്റ് ബ്രൗണേ ആയിട്ടുള്ളൂ. ഇനി മറ്റേ സൈഡും നല്ല മൊരിയിച്ചിട്ട് നമുക്ക് ഒരു ലൈറ്റ് ബ്രൗൺ, എങ്കിലും കുറച്ചും കൂടെ ഒരു ബ്രൗൺ ആവണം. എന്നിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് എടുക്കാം.